ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ് ഒപ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് നമ്മൾ എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? അഭിരാം, വേവ് ഫ്രണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? പോയിന്റ് സോഴ്സ് എങ്ങനത്തെ ടൈപ്പ് വേവ് ഫ്രണ്ടാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോയിന്റ് സോഴ്സ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടും, ലീനിയർ ആയിട്ടുള്ള സോഴ്സ് ആണെങ്കിൽ ഏത് ടൈപ്പാണ്? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ വരക്കാനൊക്കെ പഠിച്ചായിരുന്നു. വേവ് ഫ്രണ്ട് വരക്കുന്നത് എങ്ങനെയാണ്, പ്ലെയിൻ വേവ് ഫ്രണ്ട് എങ്ങനെയാണ്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എങ്ങനെയാണ്, സിലിണ്ടറിക്കൽ വരച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഹൈജൻസ് പ്രിൻസിപ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന്, പോയിന്റ് സോഴ്സ് ഇപ്പൊ ബൾബായിട്ട് കൺസിഡർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു എൻവലപ്പ് വരക്കുന്നു. ആ എൻവലപ്പിന് പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞത്? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് വേവ് ഫ്രണ്ടാ കിട്ടിയത്? സ്പെരിക്കൽ ആയിട്ടുള്ള ഒരു വേവ് ഫ്രണ്ട് കിട്ടി. ഇനി അക്കോർഡിംഗ് ടു ഹൈജൻസ് പ്രിൻസിപ്പിൾ, ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ വേവ് ഫ്രണ്ട്, ഓക്കെ, ഇപ്പൊ നമ്മൾ വരച്ച ഈ പോയിന്റ് സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരച്ച നമ്മൾ ആ വരച്ച എൻവലപ്പിനെ നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയും. ഈ വേവ് ഫ്രണ്ടിലുള്ള എല്ലാ പോയിന്റ്സും, അതായത് ഈ എൻവലപ്പിലുള്ള എല്ലാ പോയിന്റ്സും, ഈ പോയിന്റ്സ് എല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യും? പ്രൈമറി വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. പ്രൈമറി വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇതിലുള്ള പോയിന്റ്സ് എല്ലാം എഗൈൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വേവ് ഫ്രണ്ടിൽ, ഇപ്പൊ നമ്മൾ വരച്ച ഈ വേവ് ഫ്രണ്ടിലും കുറെ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യും? പ്രൈമറി വേവ് ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇതും എന്ത് ചെയ്യും? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കുറെ പോയിന്റ്സ് ഉണ്ട് ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എഗൈൻ നമ്മൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് അടുത്ത ഒരു വേവ് ഫ്രണ്ട് വരക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ പ്രൈമറി വേവ് ഫ്രണ്ട് എന്താണെന്ന് പഠിക്കുക. പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പോയിന്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിനെ നമ്മൾ പറയുന്നതാണ് സ്പെരിക്കൽ വേവ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഈ സ്പെരിക്കൽ വേവ് ഫ്രണ്ടിലും എന്തുണ്ട്? കുറെ പോയിന്റ്സ് ഉണ്ട്. ഇതിലെ ഓരോ പോയിന്റ്സും, ഈ ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യും? അടുത്ത ഓരോ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ കുറെ പോയിന്റ്സ് ഉണ്ട്. ഈ ഓരോ പോയിന്റ് എന്തായിട്ട് ആക്ട് ചെയ്യുമെന്നാ പറഞ്ഞ? സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതൊരു സോഴ്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് അഗൈൻ ലൈറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്നും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഒരു അടുത്ത ഒരു എൻവലപ്പ് വരക്കും. അതിനെ നമ്മൾ പറയും സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പൊ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? എവറി പോയിന്റ്സ് ഇൻ ദ പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ്. ഈ ഒരു പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള എല്ലാ പോയിന്റ്സും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എഗൈൻ ഒരു സെക്കൻഡറി വേവ് ഫ്രണ്ടിനെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എഴുതിക്കോ ഹൈജൻസ് പ്രിൻസിപ്പിൾ. എവറി പോയിന്റ്സ് ഇൻ ദ പ്രൈമറി വേവ് ഫ്രണ്ട്, every points in the primary wavefront, every points in the primary wavefront every points in the primary wavefront act as a source of secondary wavefront. Secondary wavefront ന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും പ്രൈമറിയിലുള്ള ഓരോ പോയിന്റ്സ്. every points in the primary wavefront act as a source of secondary wavefront and send out light in all direction produce secondary wavefront. It travels with the same velocity. That of primary wavefront.
പ്രൈമറി വേവ് ഫ്രണ്ട്. കിട്ടിയില്ല. ഓക്കെ, പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യും? സോഴ്സ് ആക്ട് ചെയ്യും. ആർക്ക് വേണ്ടി? സെക്കൻഡറി വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സോഴ്സ് ആയിട്ട് പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സും ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആ ഒരു തിയറിനെയാണ് നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയാ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോ ഓഫ് റിഫ്ലക്ഷൻ. Law of reflection explained on the basis of wave theory. Law of reflection explained on the basis of wave theory. അപ്പൊ നോക്കിയാൽ നമുക്ക് റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് നമ്മൾ പഠിച്ചത്. സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ. ഇതാണ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചത്. ഇനി നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ, അതായത് വേവ് തിയറിയുടെ ബേസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു, റിഫ്ലക്റ്റിംഗ് സർഫസ് എ ബി എന്ന് പറയുന്ന ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. അതിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് നോക്കിക്കേ. പ്ലെയിൻ വേവ് ഫ്രണ്ട് എങ്ങനെയാ വരക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമ്മള്? പ്ലെയിൻ വേവ് ഫ്രണ്ട് വരക്കുന്നത് അറിയില്ലെങ്കിൽ ആ ബുക്ക് എടുത്തൊന്ന് നോക്കിക്കേ. പ്ലെയിൻ വേവ് ഫ്രണ്ട് വരച്ചതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്, അതിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, പി ക്യൂ. അപ്പൊ ഇൻസിഡന്റ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുക? ഇവിടെ നോക്കിക്കേ, ഒരു നോർമൽ വരച്ചു. ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ഐ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 90 മൈനസ് ഐ. ഓക്കെ, അപ്പൊ നമ്മൾ നോർമൽ വരച്ചു. ഇനി എന്താ സംഭവിക്കുക? ഇത് പി ക്യൂ. നോക്കിക്കേ, ഇൻസിഡന്റ് ചെയ്തു, റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ഒരു റേ ഓഫ് ലൈറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അതിന് പകരം ഇവിടെ എന്ത് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വ്യത്യാസം എന്തേ ഉള്ളൂ? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായ? പ്ലെയിൻ വേവ് ഫ്രണ്ട് വരച്ചത് മനസ്സിലാക്കണേ. ഒരു വേവ് ഫ്രണ്ട് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഫിഗർ ക്ലിയർ ആണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ ഈ പി ക്യൂടെ ഇൻസിഡന്റ് ചെയ്തു, അത് റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിച്ച്, ഈ പി ക്യൂ നോക്കി, പി ക്യൂ ഇൻസിഡന്റ് ചെയ്തു. ഇത് റിഫ്ലക്ട് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, കണ്ട? ആർ എസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതും ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യണ്ടേ? അപ്പൊ ഇത് ഇൻസിഡന്റ് ചെയ്യുന്നേക്കാൾ കുറച്ചുകൂടെ ടൈം എടുത്തായിരിക്കും ഇത് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പി ക്യൂ എന്ന് പറയുന്ന റേ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്ന അതേ സെയിം ടൈമിൽ തന്നെ ആർ എസ് എന്ന് പറയുന്ന ഈ റേ അത് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ഓരോ സ്റ്റെപ്പായിട്ട് വരച്ച് ഫസ്റ്റ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് വരക്കാം. ഇനി എ ബി എന്ന് പേര് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വരക്കാം. അല്ലെ ആകെ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, വരച്ചോ ഇത്രയും. നോക്കിക്കേ, ഇത്രയും ക്ലിയർ അല്ലേ? രണ്ട് സർഫസും വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഇനി നോക്കിയേ, ഓക്കെ. ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ പോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് വേണം ഇവിടെ കുത്തിയിട്ട് മാർക്ക് ചെയ്യാൻ.
ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരക്കുന്നു. ഓക്കെ, ഫിഗർ മനസ്സിലായില്ലെങ്കിൽ കിട്ടില്ല കേട്ടാ. മനസ്സിലായ? ഇല്ല, ഫസ്റ്റ് സെഷൻ മനസ്സിലായ പറഞ്ഞത്? ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കിക്കേ. ഈ ഡിസ്റ്റൻസ് കണ്ട, ST എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കണ്ട, അത് നമ്മൾ കോമ്പസിൽ എടുക്കുക മെഷർ. ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുക. ഇതിന് ഞാനിപ്പോ W എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയോ? അത് ആൻഡ് ക്ലിയർ ആയ? ഇല്ല, ഫസ്റ്റ് സെഷൻ പറഞ്ഞത് മനസ്സിലായ? ഓക്കെ, ഇപ്പൊ ചെയ്തത് കണ്ട, ഈ ഡിസ്റ്റൻസ് നോക്കിക്കേ. ഈ മെഷർ ST എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിൽ ഒരു പോർഷൻ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അടുത്ത പോർഷൻ ഇത് റിഫ്ലക്ട് ചെയ്യുന്ന ആ ടൈമിലായിരിക്കും ഈ പോർഷൻ ഇവിടെ വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് ST എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരു പെർപെൻഡിക്കുലർ കട്ട് ചെയ്യുക. ഓക്കെ, ഇതിനെ ഞാൻ W എന്ന് മാർക്ക് ചെയ്ത്. ഓക്കെ, സാറൊക്കെ മനസ്സിലായ? ഇനി ഇത് ഈ റേയും എന്ത് ചെയ്യും? അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകും. ഇത് 6 ആയിട്ട് എടുക്കുക. ഇത് 6, ഇത് 90 - 6, ഈ ആംഗിൾ 6. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറഞ്ഞേ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് I ആണെന്ന് പറഞ്ഞു. ഇത് I ആണെങ്കിൽ ഇത് 90 - I. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും വരുന്നത്? ഈ ആംഗിൾ എന്തായിരിക്കും വരുന്നത്? ഇത് 90 - I ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും വരുന്നത്? I. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ല? ഇത് നോക്കിക്കേ, ഇത് 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇത് 90 - I ആണെങ്കിൽ ഇത് I ആയാൽ മാത്രമല്ലേ നമുക്ക് ടോട്ടൽ 90 ആന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മാറ്റണോ? അറിയില്ലെങ്കിൽ ഞാൻ ബുക്കിൽ വരച്ച് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഡൗട്ട് വെച്ചിട്ടിരിക്കരുത്. ഈ ആംഗിള് I. ഓക്കെ, ഫിഗർ ക്ലിയർ ആയാ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? sin I by sin R, ലോ ഓഫ് റിഫ്ലക്ഷനിലെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ I വരുന്ന ഈ ഒരു ട്രയാംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കിക്കേ, ഈ ട്രയാംഗിൾ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് CT ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, CT എങ്ങനെയാന്ന് വന്നതെന്ന് മനസ്സിലായല്ല? ഡിസ്റ്റൻസ്, വെലോസിറ്റി ഇൻറ്റു ടൈം, D ഈക്വൽ ടു V ഇൻറ്റു T എന്ന് പറയില്ല. അതുപോലെ D ഈക്വൽ ടു എയർ ആയതുകൊണ്ട് നമുക്ക് C ഇൻറ്റു T എന്ന് എടുക്കാം. ഇതിന്റെ സെയിം ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ ആരെ വരച്ചത്? ഇതിന്റെ സെയിം ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് ഈ പോയിന്റിൽ കുത്തിയിട്ടാണ് നമ്മൾ W മാർക്ക് ചെയ്തത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? QW എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? ഇത് CT ആണ്. ST എന്ന് പറയുന്നത് CT ആണെങ്കിൽ ഈ QW എന്ന് പറയുന്ന മെഷർമെന്റും എന്ത് തന്നെയായിരിക്കും? CT. അപ്പൊ നോക്കിക്കേ, QW ഈക്വൽ ടു ST ഈക്വൽ ടു CT. C എന്ന് എടുത്തത് നമ്മൾ എയറിലായതുകൊണ്ടാണ് വെലോസിറ്റി നമ്മൾ C എടുത്തത്. മീഡിയം ആണെങ്കിൽ V എടുക്കുക. ഓക്കെ, അപ്പൊ QW ഈക്വൽ ടു ST ഈക്വൽ ടു CT എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ ആംഗിൾ sin I by sin R എടുക്കാനാണ്. ഈ ആംഗിൾ, ഈ I എന്ന് പറയുന്ന ആംഗിൾ വരുന്ന ട്രയാംഗിൾ ഏതാ? QST. ഓക്കെ, അപ്പൊ നമുക്ക് ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാംഗിൾ QST. QST എന്ന് പറയുന്ന ട്രയാംഗിൾ നോക്കിക്കേ, QST. sin I ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതൊരു ഓപ്പോസിറ്റ് സൈഡ് ST by hypotenuse QT. This is equation number 1. Next one, sin R. sin R എന്ന് പറയുമ്പോൾ R എന്ന് പറയുന്നത് ഇതാണ് R എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരുന്ന ട്രയാംഗിൾ ഏതായിട്ട് എടുക്കാം നമുക്ക്? QWT. ഓക്കെ, അപ്പൊ കൺസിഡർ ട്രയാംഗിൾ QWT. sin R ഈക്വൽ ടു, sin R പറഞ്ഞേ ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse QT. Okay, this is equation number 2. ഇനി നമുക്ക് sin I by sin R, that's equal to ST by QT divided by QW by QT. QT cancel. ബാക്കിയുള്ളത് QW by ST. QW എത്രയാ? CT. ST എത്രയാ? CT. So CT by CT, that's equal to 1. നമുക്ക് എങ്ങനെ എഴുതാം? sin I by sin R ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടും? sin I ഈക്വൽ ടു sin R. ഓക്കെ, ദിസ് ഇസ് ലോ ഓഫ് റിഫ്ലക്ഷൻ. മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഞാൻ വരച്ച് പറഞ്ഞ ഏതാണ്? ഓ സോറി. ഏതാ പറഞ്ഞേ? ഏത്? ഇതാണോ?
സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു ആ ക്യൂ ടി ക്യാൻസൽ ചെയ്താൽ പിന്നെ ക്യൂ ഡബ്ല്യു ബൈ അവസാനം കിട്ടുന്ന നോക്കിയതാ. ഡൗട്ട് ഉണ്ടോ? വരക്കണമെങ്കിൽ ഞാൻ വരച്ച ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായില്ലെങ്കിൽ ആ ഫിഗർ കിട്ടില്ല. പറഞ്ഞേട്ടോ. ആനും കൂടെ ശ്രദ്ധിച്ചോട്ടാ. നോക്കിക്കേ, ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. കിട്ടിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോ, ഈ ഫിഗർ പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് നമുക്ക് വേണം. ആ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചില്ലേ? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യണേ. ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യും. അപ്പോൾ ഇൻസിഡന്റ് ചെയ്യുന്ന ആ പൊസിഷൻ ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ നമ്മൾ നോർമൽ വരച്ചു. നോർമൽ വരച്ചിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്യുക. റിഫ്ലക്ഷൻ, അപ്പൊ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. റിഫ്ലക്ട് ചെയ്യുന്ന റേ ആണ് ഈ വരച്ചേക്കുന്നത്. മനസ്സിലായില്ല? ഇത് ഐ ആണെങ്കിൽ ഈ നോർമൽ വരുമ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഐ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 90 മൈനസ് ഐ. അപ്പൊ ആ ആംഗിൾ അങ്ങനെ എടുത്തു. ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേ ആണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇത് റിഫ്ലക്ട് ചെയ്തു പോകുന്ന ഇതേ സെയിം ടൈമിൽ തന്നെയാണ് ഇവിടെ ഒരു പോർഷൻ വന്നേക്കുന്നതാണ് ആർ എസ്. ഈ സർഫസിനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇവിടെ ഇത് പെട്ടെന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ ഈ റേ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ആ ടൈമിലായിരിക്കും ഇത് വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും സെയിം ടൈമിലാണ്. ഇത് തിരിച്ചു പോകുന്ന ടൈമിലായിരിക്കും ഇവിടെ നിന്ന് ഇത് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തു. അതും അതുപോലെ തന്നെ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ക്യൂവിൽ കുത്തിയിട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് കട്ട് ചെയ്യുക. അതാണ് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ചെറുതായിട്ടേ വരുള്ളൂ. വേണ്ട, ആ ഫിഗറിൽ നോക്കി ചെറിയൊരു ട്രയാങ്കിൾ പോലെ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതേ ഡിസ്റ്റൻസ്, ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇവിടെ എന്താണോ ഡിസ്റ്റൻസ്, എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു സി ഇൻറ്റു ടി എന്ന് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് എന്തോ ആയിക്കോട്ടെ, ആ സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ നമ്മൾ ഇവിടെ ഈ മെഷർമെന്റ് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ക്യൂ ഡബ്ല്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. എസ് ടി എന്താണോ അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ആർക്കും? ക്യൂ ഡബ്ല്യു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്യൂ ഡബ്ല്യു ഈക്വൽ ടു എസ് ടി ഈക്വൽ ടു സി ടി എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത്രയും ഫിഗർ ചെയ്തു. ഇനി നോക്കിക്കേ, ഇനി ഇപ്പൊ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആളെ വരക്കുന്നത്. ഇത് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ട് ഇത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോണേ. അപ്പൊ നോക്കിക്കേ, ഈ ആംഗിൾ ഇത് കണ്ടോ, ഇവിടെ ഒരു നോർമൽ വരക്കാം. അപ്പൊ ഈ ആംഗിൾ ആറാണെങ്കിൽ ഇത് ആറാണേ. ഇത് കണ്ടാടാ, ഈ പോകുന്നതും നോർമലും തമ്മിലുള്ള ഈ ആംഗിൾ ആറാണെങ്കിൽ ഇത് 90 മൈനസ് ആറായിരിക്കും. ഇത് 90 മൈനസ്, ഈ കുഞ്ഞ് ആംഗിൾ 90 മൈനസ് ആറായിരിക്കും. ഇത് 90 മൈനസ് ആറാണെങ്കിൽ ഇത് നോക്കിക്കേ, ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ? ഇതെന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ആംഗിൾ എത്ര? 90. അപ്പൊ നോക്കിക്കേ, ഇത് 90 മൈനസ് ആറാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 6. അതാണ് എടുത്തേക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട്. റിഫ്ലക്ട് ചെയ്തു പോകുന്നതും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? 6 ആയിട്ട് എടുക്കുക. ഓക്കെ, ഇത് ടോട്ടൽ ആണ് 90 ഡിഗ്രി ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത് 6 ആണെന്ന് കിട്ടി. ഇനി ജസ്റ്റ് ലോ അപ്ലൈ ചെയ്താൽ മതി. ഈ ആംഗിൾ ആണ് ഇതെങ്ങനെ ആയി വന്നതെന്ന് മനസ്സിലായോ? നോക്കിക്കേ, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടില്ല കേട്ടാ. വന്നു ഇവിടെ സർഫസിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു നോർമൽ വരച്ചു. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ ഐ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ നോർമലിന്റെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ആംഗിൾ കണ്ടതേ, ഇത് നോക്കി, ഇതൊരു സ്ക്വയറിന്റെ പോർഷൻ പോലെ അല്ലേ ഇരിക്കുന്നത്, അത്രയും നോക്കിയാൽ മതി. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത് ഐ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ് വേണ്ടത്. അപ്പൊ ഇത് നോക്കിക്കേ, ഇതും ഒരു റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പൊ ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ബാക്കിയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? കുഞ്ഞി പോർഷൻ 90 മൈനസ് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ എത്രയായിരിക്കും? ഐ. അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഐ എന്ന് പറയുന്ന പോർഷൻ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആർ എന്ന് പറയുന്ന പോർഷൻ. ഇനി നമുക്ക് സൈൻ ഐ, ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ട. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താ? സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ഐ കൺസിഡർ ചെയ്യുന്ന ഈ ഐ വരുന്ന ട്രയാംഗിൾ നോക്കിക്കേ, ക്യൂ എസ്, ഇവിടെ ഏതാണ് കൊടുത്തിരിക്കുന്നത്? ടി. ക്യൂ എസ് ടി എന്ന് പറയുന്നതാണ് ഈ ഐ വരുന്ന ട്രയാംഗിൾ. അപ്പൊ നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ക്യൂ ടി എടുത്ത്, ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി 6 വരുന്ന ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 6 വരുന്ന ഈ വലിയ ട്രയാംഗിളാണ്. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ടി എസ് ക്യൂ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് 6 വരുന്ന ട്രയാംഗിൾ. അപ്പൊ ടി ഡബ്ല്യു ക്യൂ അത് കൺസിഡർ ചെയ്ത് ആർ ഈക്വൽ ടു സൈൻ ആർ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്ത് നമുക്ക് അതൊന്ന് കിട്ടി. ഇനി ജസ്റ്റ് അതങ്ങ് സോൾവ് ചെയ്താൽ മതി. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു സോൾവ് ചെയ്താൽ മതി. കിട്ടിയ? മനസ്സിലാക്കിയാണ് എഴുതിയേക്കുന്നത്. സ്വാതിക്ക് മനസ്സിലായ? ആന് ക്ലിയർ ആയില്ലേ? ഇപ്പോ മനസ്സിലായില്ലേ? എവിടെന്നാ പോയത്?
ആ കഴിഞ്ഞവരെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. വരാം വരാം. ആ ഫസ്റ്റ് കറക്റ്റാ. നോക്കട്ടെ, ഞാൻ മനസ്സിലാക്കി എഴുതാമോ? ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇവിടെ ഒരു നോർമലൊക്കെ വരക്ക്. ഇൻസിഡന്റ് ചെയ്യണ മാത്രമേ നീ വരച്ചിട്ടുള്ളൂ. ഒപ്റ്റിക്സ് ഇല്ലായിരുന്നു. ഒപ്റ്റിക്സിലുള്ളത് വരക്ക്. ഇൻസിഡന്റ് ചെയ്യുന്നു. ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. നോർമൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഒരു നോർമൽ ഉണ്ടാവും. ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഈ ആംഗിൾ നോക്കിക്കേ, ഇത് ഐ ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതൊരു സ്ക്വയർ പോലെ ഇരിക്കുന്നത് 90. അപ്പൊ 90 ഇത് ഐ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 - ഐ. ഓക്കെ, ഇനി ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന അതേ ടൈമിൽ തന്നെയാണ് ഈ പോർഷൻ വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്നു. ആ ഫിഗർ നോക്കി കംപ്ലീറ്റ് ചെയ്ത് ചെയ്യണേ. ഇവിടെ ഇൻസിഡന്റ് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് അതായത് ഇത് ഇവിടെ നിന്ന് പോകുന്ന അതേ ടൈമിൽ തന്നെയാണ് ഇത് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഒരു ചെറിയ പെർപെൻഡിക്കുലർ കട്ട് ചെയ്യും. അതിന് നമ്മൾ W എന്ന് കൊടുത്തിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ വരുന്ന റേ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്ത് പോകുന്നു? റിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അപ്പോഴും ഇവിടെ എന്തുണ്ടാവും? ഒരു നോർമൽ ഉണ്ടാവും. ഈ നോർമലും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് R ആയിട്ട് എടുക്കുന്നു. ഇത് R ആണെങ്കിൽ ഈ കുഞ്ഞ് ആംഗിൾ എന്തായിരിക്കും? 90 - R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ടോട്ടൽ 90 ഡിഗ്രി അല്ലേടാ? ഈ ആംഗിൾ ടോട്ടൽ 90 ഡിഗ്രി അല്ലേ? ഓക്കെ, അതിൽ ഈ കുഞ്ഞ് ആംഗിൾ 90 - R ആണെങ്കിൽ ബാക്കിയുള്ള ഈ പോർഷൻ എന്തായിരിക്കും? 6. ഓക്കെ, 6. അത്രേ ഫിഗറിലുള്ളൂ. പിന്നെ നമുക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഐ കിട്ടിയിട്ടുണ്ട്. ഇത് ഐ ആണെന്നും കിട്ടി, ഇത് R ആണെന്നും കിട്ടി. പിന്നെ ആ മാർക്ക് ചെയ്ത് വെച്ച നമ്പേഴ്സ് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതി. sin i / sin r എടുത്താൽ മതി. ഇവിടെ വല്ലതും മനസ്സിലായോ? CT/CT ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് എടുത്തേക്കണത് ഫിഗർ എവിടെ? ഈ ഡിസ്റ്റൻസ് ST എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്, അതായത് ഈ റേ ഇത് കണ്ട, ഇത് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഈ റിഫ്ലക്ട് ചെയ്ത അതേ ടൈമിൽ തന്നെയാണ് ഈ റേ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തത്. രണ്ടും സെയിം ടൈമിലാണ്. ഇത് റിഫ്ലക്ട് ചെയ്തതും ഇത് ഇൻസിഡന്റ് ചെയ്തതും സെയിം ടൈമിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസസ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ കട്ട് ചെയ്യണേ. അതാണ് നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് W എന്നും പറഞ്ഞ് വരക്കണം. മനസ്സിലായ? അപ്പൊ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇതിപ്പോ 1 സെന്റിമീറ്റർ ആണെങ്കിൽ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ സ്കെയിലിൽ എടുക്കുന്ന ഏതാ? ഇതിപ്പോ 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ കോമ്പസിൽ എടുക്കുന്ന മെഷർമെന്റ് ഇതിന്റെ അല്ലേ? ഇത് കുത്തിയിട്ടല്ലേ ഇവിടെ കട്ട് ചെയ്യുന്ന. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 1. അപ്പൊ ഇത് CT ചുമ്മാ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. അപ്പൊ ഇത് എത്രയാ? ഇത് CT ആണെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? CT. അതാണ് എടുത്തേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, CT/CT = 1. അച്ഛന് മനസ്സിലായ? ഓക്കെ, പറഞ്ഞു. അതിൽ ഇച്ചിരി ഗ്യാപ്പ് വരൂ. ആർദ്രക്ക് മനസ്സിലായ? പറഞ്ഞേതാ? ഏത്? ഈ ടോട്ടൽ ആംഗിളാ? ഇത് നോക്കിക്കടാ, ഇതല്ലേ നോർമല്? ഇത് R ആണെന്ന് വിചാരിക്കുക. ഇത് R ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ, നോർമൽ ഉണ്ടാക്കുന്ന ഈ ടോട്ടൽ ആംഗിൾ 90 അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് R ആണെങ്കിൽ ഇത് 90 - R. ഇനി നോക്കിക്കേ, ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പൊ ഇത് 90 - R. ഈ ചെറിയ പോർഷൻ 90 - R ആണെങ്കിൽ ബാക്കിയുള്ള ഇത് മൊത്തമാണ്. അപ്പൊ ഈ പോർഷൻ എന്തായിരിക്കും? ഇത് ഈ ഒരു ആംഗിൾ ആണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെറുത് 90 - R ആണെങ്കിൽ ബാക്കിയുള്ള ഇതെന്തായിരിക്കും? R. അത്രേ ഉള്ളൂ. എലൈഷക്ക് മനസ്സിലായ? ആറ്റംസ് കഴിഞ്ഞോ? നന്നായി. അത്രയുള്ള ചാപ്റ്റർ എടുക്കാൻ. ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? Okay, next one is law of refraction. Law of refraction എന്താ പഠിച്ചേ? sin i / sin r = n. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. sin i / sin r = n/1. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തത് ലോ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ സെയിം തന്നെ നമ്മളൊരു റിഫ്രാക്ടിങ് സർഫസ് കൺസിഡർ ചെയ്യുന്നു.
ഓക്കെ, റിഫ്രാക്ടിങ് സർഫസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു മീഡിയം ആയിരിക്കും, ഇവിടെ വേറൊരു മീഡിയം. ഇത് നമുക്ക് N1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് N2, ഇത് വേറെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. N1 ഉം N2 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നേരത്തെ പോലെ തന്നെ ഒരു വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഋതിക്ക് പറഞ്ഞു ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, റിഫ്രാക്ഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നേരത്തെ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്തു പോയി, ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും? റിഫ്രാക്ഷൻ ആയി പോവും. ഓക്കെ, അച്ഛോ, റിഫ്രാക്ഷൻ ആയി പോവും. അപ്പൊ എന്താ ചെയ്യാ? റിഫ്ലക്ട് ചെയ്യുമോ അല്ലെ ബെൻഡ് ചെയ്യോ? അപ്പോ ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നേരത്തെ വരച്ചതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, റിഫ്രാക്ഷൻ ആയതുകൊണ്ട് ബെൻഡ് ചെയ്യുന്നു. ഇതേ സെയിം ടൈമിൽ തന്നെ, മറ്റേതിൽ റിഫ്ലക്ട് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെയാണ് കമ്പയർ ചെയ്ത് പഠിക്കണേ. മറ്റേതിൽ ഇൻസിഡന്റ് വേവ് വന്നു, റിഫ്ലക്ട് ചെയ്യുന്ന സെയിം ടൈമിലാണ് ഇവിടെയുള്ള പോർഷൻ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇൻസിഡന്റ് വേവ് വരുന്നു, ഇവിടെ ടച്ച് ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു, സെയിം ടൈമിൽ തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് റേ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. അപ്പൊ നേരത്തെ വരച്ചതുപോലെ തന്നെ നമ്മൾ വരച്ചു. ഇനി ഈ ഡിസ്റ്റൻസ് എസ് ടി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നമ്മൾ സെയിം ടൈമിലല്ല ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന, റിഫ്രാക്ട് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെയാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? ഇവിടെ വന്ന് ഈ സർഫസിൽ വന്ന് ടച്ച് ചെയ്യുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കുത്തിയിട്ട് മാർക്ക് ചെയ്യാം W. ഏതാണ്? ഏത് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കില്ലേ? ഇതിപ്പോ ഈ ഡിസ്റ്റൻസ് ST ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ നമ്മൾ ഇവിടെ കുത്തി ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ST ആണെങ്കിൽ ഈ പറയുന്ന QW എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും? ST. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതേ മെഷർമെന്റിൽ നമ്മൾ കോമ്പസിൽ കുത്തിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് 1 ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? 1 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അസംഷൻ അല്ല, അത് കറക്റ്റ് അങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ എസ് ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് മീഡിയം നമുക്ക് എയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എയർ ആണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് ST എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാം? CT എന്ന് എഴുതാം. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എയറിലായതുകൊണ്ട് നമ്മൾ C ആയിട്ട് എടുത്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് വേറൊരു മീഡിയം ആണ്. ഇത് എയർ ആണെങ്കിൽ ഇത് വേറൊരു മീഡിയം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ വെലോസിറ്റി QW എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CT എന്ന് എഴുതാൻ പറ്റും. C ആയിട്ട് നമ്മൾ എടുത്തത് എന്തുകൊണ്ടാണ്? അത് എയറിലായതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റിക്ക് C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇത് വേറെ ഒരു മീഡിയം ആണ്. അപ്പൊ നമുക്ക് CT എന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ? അത് എന്തെന്ന് കൊടുക്കാം? VT എന്ന് കൊടുക്കാം. ഓക്കെ, വരച്ച് ജെഫ്രി. ഓക്കെ, വരച്ചോ? ഇനി നമുക്ക് സെയിം നേരത്തെ ആംഗിൾ മാർക്ക് ചെയ്ത പോലെ, ഇത് I ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? I. ഓക്കെ, ഇത് R ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? R.
അത് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു തന്നില്ല. ആ രീതിയിൽ തന്നെ ഇത് ഐ ആണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ ഐ വരും, അതുപോലെ ഇത് ആറാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ ആറ് വരും. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം കേസിൽ ഇനി എന്ത് ചെയ്താൽ മതി, ഇനി നമുക്ക് ഈ ആംഗിൾ വരുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാംഗിൾ ക്യു എസ് ടി. കൺസിഡർ ട്രയാംഗിൾ ക്യു എസ് ടി. നോക്കിക്കേ, സൈൻ ഐ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എസ് ടി ബൈ ക്യു ടി. സൈൻ ആറിനെ ഏത് ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം? കൺസിഡർ ട്രയാംഗിൾ ക്യു ഡബ്ല്യു ടി. സൈൻ ആർ ഈക്വൽ ടു എങ്ങനെ വരും? ക്യു ഡബ്ല്യു ബൈ ക്യു ടി. ഇനി ഒന്ന് സോൾവ് ചെയ്തിട്ട് ആ റിഫ്രാക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊന്നു. ഏതാ എടുത്തിരിക്കുന്നത്? ഇതെന്തായിരിക്കും പറ? നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 6. അത് സോൾവ് ചെയ്തേ. അഖിലിനല്ലേ ഡ്യൂട്ടി ആയിരുന്ന? സോൾവ് ചെയ്തേ. കറക്റ്റ് എസ് ടി ബൈ എന്തോ പറഞ്ഞോ, റിഫ്രാക്ഷൻ അല്ലേ ഇത്? പറഞ്ഞു. ഏത്? അല്ല, ഇത് നോക്ക്, ഇത് വേവ് ഫ്രണ്ട് അല്ലേടാ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പൊ നോക്കിയേ, ഇത് ഇവിടെ ഇൻസിഡന്റ് ചെയ്തു, ഇത് ആ കുറച്ച് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പൊ ടൈം നോക്കാം, ആ ടൈമിൽ വെച്ചാണ് നമ്മൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത്. സോൾവ് ചെയ്ത് എത്തിക്കാൻ പറ്റിയോ? വണ്ണല്ല, നോക്ക്, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ വന്നം. ഏതാടാ? ഏതാണ്? ഏത് ട്രയാംഗിൾ? ക്യു ഡബ്ല്യു ടി. ഈ ട്രയാംഗിൾ നോക്കി, ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ് ബൈ അത് ചിലപ്പോ ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് ആയിട്ട് തോന്നണതായിരിക്കും. വരച്ചതിന്റെ മിസ്റ്റേക്ക്. ടെക്സ്റ്റിലൊന്നും നോക്കിയോട്ടാ ഫിഗർ. എന്തോ കിട്ടിയാ? സി ബൈ വി എന്ന് പറഞ്ഞ എന്താ കിട്ടിയില്ലേ? സി ടി ബൈ വി ടി. ടി കട്ട് സി ബൈ വി ഈക്വൽ ടു. എല്ലാവർക്കും കിട്ടിയില്ലേ? ജെഫ്രിന് കിട്ടിയാ? ഓക്കെ, അപ്പൊ സൈൻ ഐ ബൈ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എൻ. ഓക്കെ, അടുത്തത് ഇതൊക്കെ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ എന്തായാലും കിട്ടാൻ പോണില്ല. എക്സാമിന്റെ അടക്കം നോക്കാനാണെങ്കിൽ കിട്ടില്ല ടൈം. ഓക്കെ, അടുത്തത് സൂപ്പർ പൊസിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താടാ? ഏതാ? ഏത് വേവ് ഫ്രണ്ട്? ഇത് കൺവേർജ് ചെയ്ത് പോകുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലേ? കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ?
ജസ്റ്റ് ലെൻസിൽ കൂടെ ഒരു വേവ് ഫ്രണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അതേ ഷേപ്പിൽ തന്നെ കൺവെർജ് ചെയ്ത് പോകുന്നു. കോൺവെക്സും കോൺകേവ്. ഏത് ഇത് സിലബസിൽ ഇല്ലേ? സൂപ്പർ പൊസിഷൻ ഉണ്ടല്ലോ, ആംപ്ലിറ്റ്യൂഡ് ഡിറൈവ് എന്ത് ആര് പറഞ്ഞില്ലെന്ന്? ഓക്കെ, നെക്സ്റ്റ് വൺ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതല്ലേ? വേവ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, എന്താ സൂപ്പർ പൊസിഷൻ മീൻ ചെയ്യുന്നേ? അത് ചോദിച്ചാൽ അറിയില്ല, അതിനു മുമ്പാണെങ്കിലും ഒക്കെ അറിയാം, കേട്ടിട്ടുണ്ടല്ലോ സൂപ്പർ പൊസിഷൻ. കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. ഫോർ എക്സാമ്പിൾ, ഈ പോയിന്റിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. ഓക്കെ, ഇതെന്തെങ്കിലും ഒരു ഇതൊരു വേവ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ വേവ് ആണെന്ന് വിചാരിക്കേ. ഇപ്പൊ കണ്ട, ഇതൊരു ചെറിയ വേവ് ഇവിടെ ഉണ്ട്. ഈ വേവിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നു, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഈ വേവിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ വേവ് ഒന്ന് ഡിസ്പ്ലേസ്ഡ് ആവും. ഡിസ്പ്ലേസ്ഡ് ആവും എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതൊരു പോയിന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് പോലത്തെ ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, പിന്നെയും ഞാനൊരു കുറച്ചുകൂടെ ഡിസ്റ്റർബൻസ് ഈ വേവിലേക്ക്, ഈ പോയിന്റിലേക്ക് പിന്നെയും കുറച്ചുകൂടെ ഡിസ്റ്റർബൻസ് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ പോയിന്റ് പിന്നെയും കുറച്ച് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്ഡ് ആവും. പിന്നെയും ഞാൻ ഡിസ്റ്റർബൻസ് ഈ പോയിന്റിലേക്ക് കൊടുത്തു. അപ്പോഴും എന്താ സംഭവിക്കുക? ഈ പോയിന്റിലേക്ക് ഡിസ്റ്റർബൻസ് ചെല്ലും തോറും ഇത് ഡിസ്പ്ലേസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിലേക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റർബൻസ് വന്നു, അപ്പൊ അത് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്ഡ് ആവും. പിന്നെ സെയിം പോയിന്റിലേക്ക് കുറച്ചുകൂടെ ഡിസ്റ്റർബൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെ സംഭവിക്കും? ഡിസ്പ്ലേസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കേ, ഇപ്പൊ നമ്മൾ വേവ്സിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ ഒരു ചെറിയ വേവ് ആണെന്ന് വിചാരിക്കാം, ഞാൻ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഇതിലേക്ക് കൊടുത്തു. അപ്പൊ നോക്കിക്കേ, കുറച്ചുകൂടെ ഡിസ്പ്ലേസ്ഡ് ആയി, ഡിസ്റ്റർബൻസ് കൂടി, വേവിന് ഡിസ്റ്റർബൻസ് കൂടി. കുറച്ചുകൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ഡിസ്റ്റർബൻസ് ആ വേവിലേക്ക് കൊടുത്തപ്പോ പിന്നെ അതെന്തായി? ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ദ ഡിസ്പ്ലേസ്മെന്റ്, ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി പോയിന്റ്. ഇതിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണേ. വേവ്സിന്റെ കേസിൽ വേവ്സ് കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വാട്ടർ വേവ് എന്തെങ്കിലും വേവ്സിന്റെ കേസിൽ ഒരു ഡിസ്റ്റർബൻസ് വരുംതോറും ആ വേവ് എങ്ങനെ ആയിക്കൊണ്ടിരിക്കും? അതിന് ഒന്നെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആവും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് നമ്മൾ പറയുന്ന, ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്രത്തോളം ഡിസ്റ്റർബൻസ് കൊടുക്കുന്നോ ആ ഡിസ്റ്റർബൻസ് കൊടുക്കുന്നതിനനുസരിച്ച് അത് ഡിസ്പ്ലേസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിന്റെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ പോയിന്റ് ഇസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എഴുതിക്കോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. Superposition principle. The resultant displacement at any point, the resultant displacement at any point is the algebraic sum of, the resultant displacement at any point is the algebraic sum of individual displacement. or individual waves എന്ന് കൊടുത്താലും മതി. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ ആയിട്ട് മെറ്റീരിയലിൽ തന്നിട്ടില്ല അല്ലേ? എഴുതിക്കോട്ടെ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ വേവ് ഉണ്ടാവുന്നു. സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാവും, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. രണ്ട് വേവ് കമ്പൈൻ ചെയ്ത് ഒരു വേവ് ഉണ്ടാവുന്നു, അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന്റെ കേസിൽ പറയുന്നു എന്നേ, ചെറിയ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ടോട്ടൽ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നു. അതുപോലെ നമ്മളിപ്പോ ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ പറയാന്ന് വിചാരിക്കാം. ആംപ്ലിറ്റ്യൂഡിന്റെ കേസ് ആണെങ്കിൽ ഇപ്പോ കൺസിഡർഡ് എ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A1, ഇതാണ് ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. പ്ലസ് അടുത്ത ഒരു വേവ് ഉണ്ട്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ രണ്ട് വേവിന്റെ, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് എന്ന് പറയുന്നത് ഒരു വലിയ വേവ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ A ഈക്വൽ ടു, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്. മനസ്സിലായ? ചെറിയൊരു വേവ് കൺസിഡർ ചെയ്തു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്. അടുത്തൊരു വേവ് കൺസിഡർ ചെയ്തു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് എന്ന് പറയുന്നത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ വലിയ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്. ഈ രണ്ട് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സം ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായ? അതുകൂടെ എഴുതിക്കോ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വേവ് പ്രൊഡ്യൂസ്ഡ്
amplitude of resultant wave produced due to the superposition of two waves. Due to the superposition of two waves. അഞ്ച് മിനിറ്റ് പോയല്ലേ ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത സെന്റൻസ് എഴുതിക്കോ. കൺസിഡർ ടു വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A1 ആൻഡ് A2. കൺസിഡർ ടു വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിലാണ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ടു വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A1 ആൻഡ് A2. Consider two waves of amplitude A1 and A2. എഴുതിയാ? ജെഫ്രിൻ എഴുതിയാ? Okay, consider two waves of amplitude A1 and A2 which have same frequency. And they differ by phase angle phi. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് വേവ്സ് ഉണ്ട്. അതിന്റെ സൂപ്പർ പൊസിഷൻ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. രണ്ട് വേവ്സ് ഉണ്ട്. ഫസ്റ്റ് വേവ് y1 ഈക്വൽ ടു, വേവ് ഇക്വേഷൻ ഒക്കെ അറിയാലോ, a sin omega t എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? വേവ്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഫസ്റ്റ് വേവ്, ഇപ്പൊ രണ്ട് വേവ് ഉണ്ട്. പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? സെയിം ഫ്രീക്വൻസി ആണ് രണ്ടിന്റെയും, ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫേസ് ആംഗിളിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഒരെണ്ണം 90 ഡിഗ്രി ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കറക്റ്റ് അല്ല, രണ്ടും ഒരു 90 ഡിഗ്രിയുടെ ഡിഫറൻസ് രണ്ട് വേവ്സിനും തമ്മിലുണ്ട്. അതാണ് നമ്മൾ കണ്ടീഷൻ. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലായല്ലോ, രണ്ട് വേവ്സിനെ കൺസിഡർ ചെയ്തു, രണ്ടിന്റെ ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് ഒരെണ്ണത്തിന്റെ A1 ആണ്, അടുത്തതിന്റെ A2 ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് ആംഗിളിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ y1 ഈക്വൽ ടു A1 sin omega t, y2 ഈക്വൽ ടു A2 sin omega t പ്ലസ് 5. ഓക്കെ, ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ പറയുമ്പോൾ എന്ത് പറയാ? ഇറ്റ് ഈസ് ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. രണ്ട് വേവ്സ് വന്നിട്ടുണ്ട്, അതിന്റെ ആൾജിബ്രൈക് സം ആയിരിക്കും റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് വേവ്, ഇതിനെ നമ്മൾ ഈ രണ്ട് വേവും ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ, സൂപ്പർപോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായ? രണ്ട് വേവ്സ് ഉണ്ട്, ആ വേവ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് തിയറിറ്റിക്കലി, നമ്മളിനി ന്യൂമറിക്കലി നമ്മൾ ചെയ്ത് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, രണ്ട് വേവ് ഉണ്ട്, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള റിസൾട്ടന്റ്, ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ്, ദാറ്റ് ഈസ് y ഈക്വൽ ടു y1 പ്ലസ് y2. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു A1 sin omega t പ്ലസ് A2 sin omega t പ്ലസ് 5. ഓക്കെ, y ഈക്വൽ ടു A1 sin omega t പ്ലസ്, ഇത് നോക്കിക്കേ, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? സൈൻ എ പ്ലസ് ബി. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. A2 സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ കോസ് എ സൈൻ എ കോസ് ബി പ്ലസ് y ഈക്വൽ ടു, ഇനി നോക്കിക്കേ, ഇത് രണ്ടും, ഇതിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് എന്തിനെ കോമൺ ആക്കി എടുക്കാം? സൈൻ ഒമേഗ ടീനെ നമുക്ക് കോമൺ ആക്കി എടുക്കാം. മനസ്സിലായോ? സൈൻ ഒമേഗ ടീനെ കോമൺ ആക്കി എടുക്കുക. A1 പ്ലസ് A2 കോസ് 5 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് എന്ത് വരും? A2 നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതും. A2 കോസ് ഒമേഗ ടി സൈൻ 5. മനസ്സിലായി? ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി എഴുതിക്കോളൂല്ലോ. A2 ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ അല്ലെങ്കിൽ ഇനി എഴുതിക്കോളാം, ഇനി അതായിട്ട് തെറ്റിച്ച് വെക്കണ്ട. y ഈക്വൽ ടു
a1 sin omega t plus a2 sin omega t cos phi plus a2 cos omega t sin phi. ഓക്കെ, ഇനി നമുക്ക് ഇതിന്ന് രണ്ടിന്നും സൈൻ ഒമേഗ ടി കോമൺ ആയിട്ട് എടുക്കാം. y ഈക്വൽ ടു a1 പ്ലസ് a2 cos phi sin omega t plus a2 cos omega t sin phi. ഓക്കെ, എഴുതി പോയിക്കോ, അല്ലെങ്കിൽ ഇനി മായ്ച്ചിട്ടുണ്ടെങ്കിൽ ഇതാവും. ദേവക്ക് മനസ്സിലായ? ആനിന് കിട്ടിയാ? എഴുതി ഇത്രയും. ഓക്കെ, ഇനി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ വരെ നമ്മൾ സാധാരണ ചെയ്യണ രീതിയിൽ പോകും. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേണ്. a1 പ്ലസ് a2 കോസ് ഫൈ ഈക്വൽ ടു a കോസ് തീറ്റ. ഇക്വേഷൻ കൊടുത്തു വയ്ക്കോ. അതുപോലെ തന്നെ നോക്കിക്കേ, a1 പ്ലസ് a2 കോസ് ഫൈ ഈക്വൽ ടു a കോസ് തീറ്റ and a2 sin phi. a2 sin phi equal to a sin theta. ഓക്കെ, ഇനി ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? y ഈക്വൽ ടു a1 പ്ലസ് a2 കോസ് ഫൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? a കോസ് തീറ്റ. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? സൈൻ ഒമേഗ ടി പ്ലസ്, പിന്നെ നോക്കിക്കേ, a2 സൈൻ ഫൈക്ക് വരെ എന്ത് കൊടുക്കാം? a സൈൻ തീറ്റ. a സൈൻ തീറ്റ കോസ് ഒമേഗ ടി. ഓക്കെ, a2 സൈൻ ഫൈക്ക് വരെ a സൈൻ തീറ്റ കൊടുത്ത്. അപ്പൊ ബാക്കിയുള്ള എന്താ? a സൈൻ തീറ്റ കോസ് ഒമേഗ ടി. ഇനി ഇത് ഏത് ഫോമിലേക്ക് കിടക്കുന്നേ? y ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോണേണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതിക്കോട്ടോ. ശ്രദ്ധിച്ചേ, രണ്ട് വേവ്സ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മനസ്സിലായല്ല? രണ്ട് വേവ്സ് ഉണ്ട്. ആ വേവ്സ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് വേവ്. ആ റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ഇപ്പൊ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? അതിന്റെ സം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് നമുക്കൊരു റിസൾട്ടന്റ് വേവ് കിട്ടുന്നു. ദാറ്റ് റിസൾട്ടന്റ് വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. ഇൻഡിവിജ്വൽ വേവ്സിന്റെ സം ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നമ്മൾ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞു. ഇനി അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ കേസിൽ നമ്മൾ ഇതിന് വേണ്ടി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്തു. ആ വേവ്സിന്റെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരുന്നു? a1 a2 എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് വന്നു. ഫ്രീക്വൻസി സെയിം ആയിരുന്നു. പിന്നെ ഒരു ഡിഫറൻസ്, ഫേസ് ആംഗിളിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് വേവ്സ് എഴുതി, y1 ഉം y2. ഇനി അക്കോർഡിംഗ് ടു സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, ദ റിസൾട്ടന്റ് വേവ് ഇസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ്. സോ y ഈക്വൽ ടു y1 പ്ലസ് y2. ഓക്കെ, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y1 y2. ഇത് ഏത് ഫോമില കിടക്കുന്നത്? സൈൻ a പ്ലസ് ബി. അതുകൊണ്ട് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഫൈനലി റിസൾട്ടന്റ് വേവിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി.
ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടിനും ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, അതിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കൺസെപ്റ്റ് മനസ്സിലായ? വേവ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ടന്റ് വേവിന്റെ ഇക്വേഷൻ ഇത് കിട്ടി. ഇനി ഈ രണ്ട് വേവിന്റെയും ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ഈ രണ്ട് ആംപ്ലിറ്റ്യൂഡും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് വേവ് എന്താണോ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. ഈ ഇക്വേഷൻസ് ആഡിങ് ആൻഡ് സ്ക്വയറിംഗ് ഇക്വേഷൻ 6 and 7 ഇവിടെ എഴുതിയ കാണാൻ പറ്റുമോ? സ്വാതിക്ക് കാണാൻ പറ്റുമോ? ആനിന് കാണാൻ പറ്റുമല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടുമൊന്ന് ആഡ് ചെയ്യാം. എ കോസ് തീറ്റ, അപ്പൊ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ്, ഇവിടെ നോക്കിക്കേ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? a1 plus a2 cos phi the whole square plus a2 sin phi the whole square. ഓക്കെ, എ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a1 സ്ക്വയർ പ്ലസ് 2a1 a2 cos phi plus a2 square cos square phi plus ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a2 square sin square phi. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൺസിഡർ ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, ഈ സൈഡ് നോക്കിക്കേ, ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, അതാണ് ഫസ്റ്റ് എഴുതിയേക്കുന്നത്. ഈക്വൽ ടു, ഇനി ഈ സൈഡ് സ്ക്വയർ ചെയ്തേ, a1 പ്ലസ് a2 കോസ് ഫൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് a2 സൈൻ ഫൈ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ ചെയ്തു, നെക്സ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് എ സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് ബാക്കിയുള്ള കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു 1, അത് 1 ആവും. ബാക്കിയുള്ള നോക്കിക്കേ, a1 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഫൈ പ്ലസ് a2 സ്ക്വയർ കോസ് സ്ക്വയർ 5 പ്ലസ് a2 സ്ക്വയർ സൈൻ സ്ക്വയർ 5. ഓക്കെ, ഇനി എങ്ങനെ വരും? ഇത് നോക്കിക്കേ, എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്തായി പോവും? 1. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എ സ്ക്വയർ ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ്, ഇവിടെ നോക്കിക്കേ, a2 സ്ക്വയർ കോസ് സ്ക്വയർ 5 ഉണ്ട്, a2 സ്ക്വയർ സൈൻ സ്ക്വയർ 5 ഉണ്ട്. a2 സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ശ്രദ്ധിക്കണേ, ആ സ്റ്റെപ്പ് നോക്കണേ. a2 സ്ക്വയർ കോസ് സ്ക്വയർ 5 ഉണ്ട് പ്ലസ് a2 സ്ക്വയർ സൈൻ സ്ക്വയർ 5 ഉണ്ട്. ഇവിടെ നിന്ന് a2 സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ ഒരു കോസ് സ്ക്വയർ 5 ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ 5 ഉണ്ട്. അപ്പൊ കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 എന്തായി പോവും? 1 ആയി പോവും. അപ്പൊ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് a ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5. ഏതാടാ? ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നതാ. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചേക്ക്. ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഇത് രണ്ടും ഒരു പർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്, ആ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോണേ. കോസ് 5 ഇവിടെ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന റിസൾട്ടന്റ് എന്താ കിട്ടിയിരിക്കുന്നത്?
എ എന്ന് പറഞ്ഞാൽ എന്താ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ ഫോർമുലയാണ് ഈ എഴുതിയേക്കുന്നത്. മനസ്സിലായല്ല? ഈ ഇക്വേഷൻ എന്താ എഴുതിയേക്കുന്നത്? റിസൾട്ടന്റ് വേവ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. സൂപ്പർ പൊസിഷൻ ഭയങ്കര സിമ്പിൾ ആണ്. ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ടന്റ് വേവ് കിട്ടും. ആ വേവിന്റെ ഇക്വേഷൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അവിടം വരെ ചെയ്തെത്തിക്കാൻ പറ്റും. പിന്നെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വേവ്സിനുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരിക്കും? വേവ്സിനുള്ളത് എന്തൊക്കെയായിരിക്കും? ഫ്രീക്വൻസി ഉണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അതിൽ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി സെയിം ആണെന്ന് പറഞ്ഞു. പിന്നെ ഫേസ് ആംഗിൾ ഡിഫറൻസ് 5 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡ് A1 ഉം A2 ആണ്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇനി cos 5 ഇത് മാക്സിമം ആവുന്ന എപ്പോഴായിരിക്കും? 5യുടെ വാല്യൂ എത്ര ആവുമ്പോഴായിരിക്കും മാക്സിമം ആവുന്നത്? മിനിമം ആ കണ്ടീഷൻ ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ. മാക്സിമം ആവുമ്പോ A ഈക്വൽ ടു cos 5 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? A1 പ്ലസ് A2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഉള്ളൂ. ഒന്ന് വേഗം നോക്കിക്കോ, ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. വേഗം ചെയ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഓക്കെ അല്ലേ? അല്ലെങ്കിൽ തീരില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ് എടുക്കാം. ഇന്ന് എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. ഓക്കെ, ആരാ വിളിച്ചേ? ഇനി ഇന്റർഫറൻസ്. ഓക്കെ, ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞായിരുന്നു. റേ ഓപ്റ്റിക്സിന് ഇന്റർഫറൻസും പോളറൈസേഷനും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാ? വേവ് ഒപ്റ്റിക്സ് ആണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോ പഠിച്ച സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇന്റർഫറൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർഫറൻസ് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാനാണെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഡീപ്പായിട്ട് പറയാനായിട്ട് കണ്ടന്റ് മാത്രം മനസ്സിലാക്കാനേ ഉള്ളൂ. ഇന്റർഫറൻസ് പാറ്റേണിനെ പറ്റി പഠിക്കാനാണ്. ഇന്റർഫറൻസ് പാറ്റേൺ കണ്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താ പറയാ, മഴക്കാലത്തൊക്കെ കാണാൻ പറ്റും വെള്ളത്തില്, അപ്പൊ റോഡ് സൈഡിലൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, അപ്പൊ അതില് പെട്രോള് വീണ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കളർ കണ്ടിട്ടുണ്ടോ? മനസ്സിലായ സംഭവം പറഞ്ഞത്? മനസ്സിലായ? റോഡ് സൈഡിലൊക്കെ റോഡ് സൈഡ് അല്ല, എവിടെയായാലും കാണാൻ പറ്റും. ഇപ്പൊ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് പെട്രോൾ അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോ അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന പോലെ ഒരു വേവ് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. മനസ്സിലായ? ആ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോ വെള്ളത്തിലായതുകൊണ്ടാണ് നമുക്ക് ആ ഓയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളത്തിന്റെ എഫക്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ട് കിട്ടുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് എക്സ്പെരിമെന്റലി നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. അതാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പോർഷനിൽ പഠിക്കുന്നത്. അതിൽ നമുക്കിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡാർക്ക് ആയിരിക്കും, പിന്നെ ഒരു ബ്രൈറ്റ് പോർഷൻ വരും. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരും. ബ്ലാക്ക് വൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇപ്പൊ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു കുറച്ച് പോർഷൻ വൈറ്റ്, പിന്നെ കുറച്ച് ബ്ലാക്ക്, പിന്നെ കുറച്ച് വൈറ്റ്, അങ്ങനെ ഒരു
ഇതായിട്ടായിരിക്കും നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കാണാൻ പറ്റുന്നത്. ഇത് പുറത്തു നടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ സൺലൈറ്റിന്റെ എഫക്റ്റില് ആ ഓയിൽ വീണ് കഴിയുമ്പോൾ കാണുന്നത് സൺലൈറ്റിന്റെ എഫക്റ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർഫറൻസ് എന്ന് മീൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. എനർജിയുടെ ഒരു റീഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ, അതായത് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്റർഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ല? നമ്മളിപ്പോ പുറത്തു നടക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഭവം പറഞ്ഞു തന്നത്. അല്ലാതെ നമുക്കിപ്പോ വേണ്ടത് ഡാർക്ക് ബ്രൈറ്റിൽ കിട്ടുന്ന ഇന്റർഫറൻസ് പാറ്റേൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് നമുക്ക് എക്സ്പെരിമെന്റലി നമുക്ക് ടെക്സ്റ്റിലൊക്കെ പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. പാറ്റേൺ പറഞ്ഞത് മനസ്സിലായില്ലേ? ഫസ്റ്റ് ഡാർക്ക്, പിന്നെ ബ്രൈറ്റ്, അതായത് ബ്ലാക്ക് വൈറ്റ്, ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷൻ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടു സോഴ്സസ് മസ്റ്റ് ബി കൊഹിറന്റ് സോഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. ടു സോഴ്സസ് മസ്റ്റ് ബി കൊഹിറന്റ്. ഓക്കെ, അപ്പൊ കൊഹിറന്റ് സോഴ്സ് എന്താന്ന് ചോദിക്കാം. കൊഹിറന്റ് സോഴ്സ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കൊഹിറന്റ് സോഴ്സ് എന്താണെന്ന് അറിയണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ. എഴുതിക്കോ, ടു സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്. കൊഹിറന്റ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ടു സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്. കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ. ഇന്റർഫറൻസ് എന്താണെന്ന് ജസ്റ്റ് എഴുതിയല്ല, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. ഇന്റർഫറൻസ് എന്ന് എഴുതിയിട്ട് ആ ഒരു വൺ ലൈൻ ഡെഫിനിഷൻ ആയിട്ട് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. Redistribution of energy. It works on the principle of superposition. It works on the principle of superposition. It works on the principle of superposition. Okay. ഇനി നമുക്ക് കണ്ടീഷൻ, ഇപ്പൊ പാറ്റേൺ കിട്ടി. ഇനി അങ്ങനത്തെ പാറ്റേൺ കിട്ടാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് കിട്ടണം. എല്ലാ കണ്ടീഷനിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പാറ്റേൺ കിട്ടണമെന്നില്ല. പാറ്റേൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആ പാറ്റേൺ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനത്തെ പാറ്റേൺ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണിത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷൻ ആണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടു സോഴ്സസ് മസ്റ്റ് ബി കൊഹിറന്റ്. അത് എഴുതിയാ, ടു സോഴ്സസ് മസ്റ്റ് ബി കൊഹിറന്റ്. അപ്പൊ കൊഹിറന്റ് എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? ഈ വേർഡ് കൊഹിറന്റ് എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പൊ നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞു ഇന്റർഫറൻസ് വരുന്നത് എപ്പോഴാ? രണ്ട് വേവ്സ് സൂപ്പർ പൊസിഷന്റെ പ്രിൻസിപ്പിളിലല്ലേ ഇന്റർഫറൻസ് വരുന്നതെന്ന് പറഞ്ഞത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് നമ്മൾ സെന്റൻസ് എഴുതി. അപ്പൊ സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വേവ്സ് ഉണ്ടാവും എന്ന് മനസ്സിലായല്ല? അപ്പൊ ഈ കൊഹിറന്റ് അതായത് ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സോഴ്സ് വേണം. അപ്പൊ ഓക്കെ, ആ രണ്ട് സോഴ്സും കൊഹിറന്റ് ആയിരിക്കണം. കൊഹിറന്റ് എന്ന് മീൻ ചെയ്യുമ്പോൾ ആ രണ്ട് സോഴ്സിന്റെയും വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. ലാംഡ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. പിന്നെ ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആ ഒരു വേവ്സ് തമ്മിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഫേസ് ആംഗിൾ കോൺസ്റ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫേസ് ആംഗിൾ ഉണ്ടാവരുത്, 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ കൊഹിറന്റ് ആവുള്ളൂ. അപ്പൊ സോഴ്സ് കൊഹിറന്റ് ആവുന്ന കണ്ടീഷൻ മനസ്സിലായല്ലോ? രണ്ട് സോഴ്സ് ഉണ്ട്. ആ സോഴ്സിന്റെ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. പിന്നെ ഫേസ് ആംഗിൾ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ കൊഹിറന്റ് സോഴ്സ് ഇനി ഏത് ക്ലാസ്സിൽ ചോദിച്ചാലും പറയണം കേട്ടോ. കൊഹിറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താ? ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, ഫേസ് ആംഗിൾ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ 0 ആകണം. ഇതാണ് കൊഹിറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വേവ്സ് കൊഹിറന്റ് ആയി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കേ, ഇപ്പൊ കൊഹിറന്റ് എന്ന് പറയുന്ന വേർഡ് ആണ് ഇന്ന് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ ഒരു ടോർച്ച് ലൈറ്റ് വെച്ച് നമ്മളിപ്പോ ഞാനും അനന്തും രണ്ട് ടോർച്ച് വെച്ചേക്കണം. ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സോഴ്സ്, എന്റെ സോഴ്സും അനന്തുന്റെ സോഴ്സും ആ ടോർച്ച് ലൈറ്റ് തന്നെയാണ്. അത് കൊഹിറന്റ് ആയിരിക്കും? എന്റെ അനന്തുന്റെ യൂസ് ചെയ്യുന്നത് കൊഹിറന്റ് ആവണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? എല്ലാം സെയിം ആയിരിക്കണ്ടേ? വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ ഫേസ് ആംഗിളും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അത് കൊഹിറന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് രണ്ട് കൊഹിറന്റ് ആയിട്ടുള്ള വേവ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക?
ഒരു സോഴ്സിൽ നിന്ന് തന്നെ ഈ രണ്ട് കൊഹിറന്റ് വേവും വരണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ എന്തെങ്കിലും ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ സോഴ്സ് ഓഫ് ലൈറ്റ്, എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാനൊരു സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാനൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഇവിടെ സ്ക്രീൻ ഉണ്ട്. ഈ സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ഇവിടെ ഒരു ചെറിയ ഹോളേ ഉള്ളൂ, ഇവിടെയും ഒരു ചെറിയ ഹോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നു, ഈ ഹോളിൽ കൂടെ പോകുന്നു. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് പറയാം? സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, ഫേസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് ഓർ സീറോ എന്ന് പറയാം. അപ്പോൾ സെയിം പാരന്റ്, അതായത് ഇപ്പൊ ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സോഴ്സ് നമുക്ക് എന്തെന്ന് പറയാം? കൊഹിറന്റ് ആണെന്ന് പറയാം. നോക്കിക്കേ, ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ളത് കണ്ട, ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഇവിടെയും ഒരു ഹോൾ ഉണ്ട്. അപ്പൊ ഈ ഹോളിന്റെ ഉള്ളിലേക്ക് കയറുന്ന ലൈറ്റിന്റെ എമൗണ്ടും അത് തിരിച്ചു പോകുന്ന എമൗണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇന്റൻസിറ്റി ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ സിംഗിൾ പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സോഴ്സ് അത് നമുക്ക് എന്താന്ന് പറയാം? കൊഹിറന്റ് ആണെന്ന് പറയാം. അപ്പൊ എപ്പോഴും ഓർക്കുക, കൊഹിറന്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പാരന്റ് എന്ന് വരുന്ന ലൈറ്റ് ആയിരിക്കും എപ്പോഴും എന്താവുന്ന? കൊഹിറന്റ് ആവുന്ന. ഇനി നമുക്ക് പാറ്റേൺ കിട്ടുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം. ആ എക്സ്പെരിമെന്റ് കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ കിട്ടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ പാരന്റ് സോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ക്യാൻഡിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. എക്സ്പെരിമെന്റ് ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ മുമ്പിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ഇമാജിൻ ചെയ്യണേ, എന്റെ കയ്യിൽ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ജെഫ്രിന് മനസ്സിലായ? എന്റെ കയ്യിൽ സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഇവിടെ എന്റെ മുമ്പിൽ സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ രണ്ട് ഹോൾ ഉണ്ട്. ഓക്കെ, ആ സ്ക്രീനിൽ രണ്ട് ഹോൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അടിക്കുന്ന ലൈറ്റ് ആ ഹോളിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. ആ ഹോളിൽ കൂടെ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. ഒരു വലിയ സ്ക്രീനാണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കാം. ഹോളിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുന്ന രണ്ട് സോഴ്സും എന്താണെന്ന് പറയാം? കൊഹിറന്റ് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. എന്താ? കൊഹിറന്റ് സോഴ്സ്. ടു സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്. കൊഹിറന്റ് ആയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഇന്റർഫറൻസ് കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് പോകുന്ന ഈ സോഴ്സ് ഓഫ് ലൈറ്റ് കൊഹിറന്റ് ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടാൻ പോകുന്നത്? സൂപ്പർ പൊസിഷൻ നടക്കും. ഇത് y1 ആണെന്ന് വിചാരിക്കുക, ഇത് y2 ആണെന്ന് വിചാരിക്കുക. സൂപ്പർ പോസ് ചെയ്ത് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. പാറ്റേൺ കിട്ടുന്ന മെത്തേഡാണ് എക്സ്പെരിമെന്റിൽ നമുക്ക് ഇങ്ങനെയാണ് പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ടു സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, എഴുതിക്കോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ distance between the source, very small. Distance between the source very small. അപ്പൊ നമ്മുടെ സോഴ്സ് ഏതാന്ന് മനസ്സിലായാലും ഇവിടെ വരുന്ന സോഴ്സ് ഏതൊക്കെയാ? ദേവക്ക് മനസ്സിലായ സോഴ്സ് ഏതാന്ന് പറഞ്ഞേ? സോഴ്സ് ഏതാ? രണ്ട് സോഴ്സ്. ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് സോഴ്സ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് പിന്നെ എന്തായിരിക്കണമെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പാറ്റേൺ കിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ കൊഹിറന്റ് ആക്കി നമ്മൾ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ഈ സോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? ഭയങ്കര ചെറുതായിരിക്കണം. അത് ഏകദേശം ഇപ്പൊ ഒരു മില്ലിമീറ്റർ റേഞ്ചിലൊക്കെ ആയിരിക്കണം വരേണ്ടത്. മില്ലിമീറ്റർ കൂടി പോയാൽ ഭയങ്കര ചെറിയ സെന്റിമീറ്റർ, അത് മാത്രമേ വരാൻ പാടുള്ളൂ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഓക്കെ, അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ. ഈ സ്ലിറ്റും, അതായത് നമ്മുടെ സ്ക്രീനിൽ നിന്നാണ് നമുക്ക് സോഴ്സ് വരുന്നത്. അപ്പൊ ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആയിരിക്കണം. തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ കിട്ടില്ല. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലായല്ലോ, ടു സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്. ഈ കണ്ടീഷൻസ് ഓക്കെ ആവാനാ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആകെ 3 കണ്ടീഷനേ ഉള്ളൂ. ടു സോഴ്സ് മസ്റ്റ് ബി കൊഹിറന്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ്, അതായത് ആ സ്ലിറ്റിന്റെ ഹോള്, ആ രണ്ട് ഹോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെരി സ്മോൾ ആയിരിക്കണം. പിന്നെ ഈ ഒരു സ്ലിറ്റും ഈ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആയിരിക്കണം. 3 കണ്ടീഷൻ ഓക്കെ അല്ലേ? ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ക്രീൻ, അതായത് നമ്മൾ വെച്ച സ്ക്രീനും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്, അതായത് നമുക്ക് പാറ്റേൺ ഇപ്പൊ ഇവിടെ കിട്ടുകയെന്ന് വിചാരിക്കും. അപ്പൊ എന്റെ മുമ്പിലുള്ള സ്ക്രീനും പാറ്റേൺ, ആ ഒരു പാറ്റേൺ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വലുതായിരിക്കണം. അത് തൊട്ടടുത്ത് വെക്കരുത്. ഓക്കെ, ഇനി ഒരു കേസ് കൂടെ പറഞ്ഞോട്ടെ. എന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്പൊ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് തുടങ്ങാം.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഡബിൾ സ്ലിറ്റ് പറയുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി നോക്കിക്കേ, അപ്പൊ ഞാൻ പറഞ്ഞു പാറ്റേൺ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്? ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. അതായത് ബ്ലാക്ക് വൈറ്റ് ആ ഒരു റേഞ്ചിലെ പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നോക്കിക്കേ, അത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ കേസ് വെച്ചാണെങ്കിൽ കൊഹിറന്റ് സോഴ്സ് ആണ്. കൊഹിറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ സെയിം വേവ് ലെങ്ത്, സെയിം ഫ്രീക്വൻസി എല്ലാം ഓക്കെ ആണ്. എന്നിട്ട് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരെണ്ണത്തിന്റെ ഇത് കിട്ടുന്നത് ഡാർക്ക് ബ്രൈറ്റ് ആ ഒരു കേസിലാണ് നമുക്ക് പാറ്റേൺ കിട്ടുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു സോഴ്സ് എന്ന് പറയുമ്പോൾ സോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന വേവ് ഓപ്റ്റിക്സ് ആണ്, വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് നോക്കിക്കേ, അപ്പൊ വേവിന് ഒരു ക്രസ്റ്റ് ഉണ്ടാവും. ക്രസ്റ്റ് ഞാൻ ഡാർക്ക് വെച്ച് മാർക്ക് ചെയ്യണേ. പിന്നെ ഒരു ട്രഫ് ഉണ്ടാവും. ട്രഫ്. അപ്പൊ ഈ സോഴ്സിൽ നിന്ന് വേവ് ആയിട്ടാണ് ലൈറ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ ആ ഒരു സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ആ ഒരു സ്ക്രീൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ കൂടെ ആ ലൈറ്റ് വേവ് വരുന്നു. ഇവിടെ കൂടെ നോക്കിക്കേ, ലൈറ്റ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വേവ് ഇവിടെ കൂടെ വരുന്നു. ഈ ഒരു ഹോളിൽ കൂടെ നോക്കിക്കേ, ആ വേവ് ഇങ്ങോട്ട് വരുന്ന കൊഹിറന്റ് വേവ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റ്, ട്രഫ് ഇങ്ങനത്തെ ഒരു വേവ് പോകുന്നു. ഇനി ഇവിടത്തെ ഈ ഹോളിലും അതുപോലെ തന്നെയാണ് പോകുന്നത്. ക്രസ്റ്റ്, ട്രഫ്, ഇങ്ങനെ പോകും. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് പാറ്റേൺ കിട്ടുന്നത് ഡാർക്ക് ബ്രൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, ഈ ഒരു പോയിന്റിൽ ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു പോയിന്റ് ഞാൻ ഈ വരച്ചേക്കുന്നത് ക്രസ്റ്റ് ആണ്. ഞാൻ ഡാർക്ക് കളറിൽ വരച്ചേക്കുന്നത്. ഡോട്ടഡ് ലൈൻസിൽ വരച്ചേക്കുന്നത് ട്രഫ് ആണ് വരച്ചേക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് നോക്കിക്കേ, രണ്ട് ക്രസ്റ്റ് ആണ് ഈ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. അല്ലെ, രണ്ട് വേവ്സിന്റെ ക്രസ്റ്റ് ആണ് ഈ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. രണ്ട് വേവ്സിന്റെ ക്രസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏത് പാറ്റേൺ ആയിരിക്കും? ബ്രൈറ്റ് ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് കിട്ടും. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൺസ്ട്രക്റ്റീവ് ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ് ഉണ്ടാവും. അതാണ് നമ്മൾ ഡാർക്ക് ബ്രൈറ്റ് എന്ന് പറഞ്ഞില്ലേ. ഒരെണ്ണം ബ്ലാക്ക് കളറിലിരിക്കും, ഒരെണ്ണം വൈറ്റ് കളറിലിരിക്കും. അപ്പോൾ ഈ വേവ് ഇവിടെ കൂടെ ഹോളിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വേവില് ക്രസ്റ്റും ട്രഫും ഉണ്ട്. നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അതിന് ബിഹൈൻഡ് ദ റീസൺ അതാണ്. ഡാർക്കും ബ്രൈറ്റും ആയിട്ട് വരാനുള്ള റീസൺ അതാണ്. ഈ രണ്ട് വേവ്സിന്റെയും ഈ ഹോളിൽ കൂടെയും ഒരു ലൈറ്റ് വേവ് വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഹോളിൽ കൂടെയും ഒരു ലൈറ്റ് വേവ് വരുന്നു, ഈ ഹോളിൽ കൂടെയും ലൈറ്റ് വേവ് വരുന്നു. വേവിന് ക്രസ്റ്റും ട്രഫും ഉണ്ടാവും എന്ന് അറിയാലോ. അപ്പൊ ഇതിന്റെ ക്രസ്റ്റും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ്, അതിനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയും. അത് നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ ഇത് രണ്ട് ക്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ക്രസ്റ്റ് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വേവ് വിത്ത് ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ നോക്കിക്കേ, ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് A=A1 + A2 നമുക്ക് എഴുതാന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ. രണ്ട് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് കമ്പൈൻ ചെയ്യുന്ന നമുക്കൊരു വലിയ വേവ് കിട്ടുന്നു. ഇത് ക്രസ്റ്റ് ഓഫ് വൺ വേവ് കമ്പൈൻസ് വിത്ത് ക്രസ്റ്റ് ഓഫ് അനദർ വേവ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആർ ടു ടൈപ്സ്, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. അതാണ് ഡാർക്കും ബ്രൈറ്റും ആയിട്ട് മാറി വരുന്നത്. അപ്പൊ ഇവിടുത്തെ നോക്കിക്കേ, ക്രസ്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് വേണമെങ്കിൽ ട്രഫ് ഓഫ് വൺ വേവ് കമ്പൈൻസ് വിത്ത് ട്രഫ് ഓഫ് അനദർ വേവ്. ട്രഫും കൂടി കമ്പൈൻ ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ഏത് തന്നെയായിരിക്കും? കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തന്നെ കിട്ടുള്ളൂ. പക്ഷേ ക്രസ്റ്റ് ഓഫ് വൺ വേവ് കമ്പൈൻ വിത്ത് ട്രഫ് ഓഫ് അനദർ വേവ്, ഒരു ഡാർക്ക് ലൈനും ഒരു ഡോട്ടഡ് ലൈനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡാർക്ക് ആയിരിക്കും. കൺസെപ്റ്റ് മനസ്സിലായ? സിമ്പിൾ ആണ്. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് പാറ്റേൺ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ രണ്ട് ലൈറ്റ് വേവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ലൈറ്റ് വേവിന്റെ ക്രസ്റ്റും ടഫും ആണ് ഞാൻ ഈ ഡാർക്കും ഡോട്ടഡ് ലൈൻസും ആയിട്ട് വരച്ച് കാണിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ വേവിന്റെ ക്രസ്റ്റ് അതായത് ഡാർക്ക് ലൈൻ, ഈ വേവിന്റെ ക്രസ്റ്റ് ഡാർക്ക് ലൈൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ crust of one wave combines with the crust of another wave, what will we get? A constructive interference. അപ്പോൾ ഇവിടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ വരും, അതായത് ഒരു വൈറ്റ് കളർ വരും എന്ന് വിചാരിക്കാം. ഇനി അടുത്തത് അതുപോലെ തന്നെ ഇവിടത്തെ നോക്കിക്കേ, ഇവിടത്തെ ട്രഫ് അതായത് ഡോട്ടഡ് ലൈൻ ആണ് ഇവിടത്തെ ട്രഫ്, പ്ലസ് ഇവിടത്തെ ക്രസ്റ്റ് അതായത് ആ ഒരു ഡാർക്ക് ലൈൻ,
ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കളർ ആയിരിക്കും ഇവിടെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഡാർക്ക് കളർ. മറ്റേത് വൈറ്റ് ആയിരുന്നെങ്കിൽ അടുത്തത് ബ്ലാക്ക്. അങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് നമുക്കൊരു പാറ്റേൺ കിട്ടുന്നത്. ഇപ്പൊ മനസ്സിലായ? കൊഹിയറന്റ് സോൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് പാറ്റേൺ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇപ്പൊ കൊഹിയറന്റ് ആണ്, എല്ലാം സെയിം ആക്കി നമ്മള് ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഫേസ് ആംഗിൾ എല്ലാം സെയിം ആക്കിയിട്ടും നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്ക്, ബ്രൈറ്റ്. ഓക്കെ, ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് കളർ ആണ്. വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചതാണ് ഈ പറഞ്ഞത്. ഇവിടെ കൂടി ഈ ഒരു പോയിന്റിൽ കൂടി വരുന്ന ലൈറ്റ് വേവും ഈ ഒരു പോയിന്റിൽ കൂടി വരുന്ന ലൈറ്റ് വേവിന് ക്രസ്റ്റും ട്രഫും ഉണ്ട്. അപ്പൊ ഇതിന്റെ ക്രസ്റ്റും കൂടിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. അപ്പൊ നമുക്ക് ബ്രൈറ്റ് കളർ കിട്ടും. ഇനി ഇതിന്റെ ട്രഫും ഡോട്ടഡ് ലൈൻ പ്ലസ് ഇവിടുത്തെ ഡോട്ടഡ് ലൈൻ, ട്രഫ് പ്ലസ് ട്രഫ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതും കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് തന്നെയാണ്. ലൈറ്റ് കളർ, അതായത് വൈറ്റ് കളർ കിട്ടുന്നു. ഇനി അടുത്തത് ഇതിന്റെ ക്രസ്റ്റും ഇതിന്റെ ട്രഫും, ക്രസ്റ്റ് ഓഫ് വൺ വേവ്, ഇത് കണ്ട, ക്രസ്റ്റ് ഓഫ് വൺ വേവ് പ്ലസ് ക്രസ്റ്റ് ഓഫ് അനദർ വേവ് വിൽ ഗെറ്റ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് കിട്ടും. ഇനി അടുത്തത് ട്രഫ് ഓഫ് വൺ വേവ് കമ്പൈൻ വിത്ത് ട്രഫ് ഓഫ് അനദർ വേവ്, we will get constructive interference. ഇനി അടുത്തത് crust of one wave combined with the trough of another wave. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? destructive interference. Okay, destructive interference. ഏതാണ്? ആംപ്ലിറ്റ്യൂഡിന്റെ കാര്യമല്ല. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഫറൻസ് ആയിരിക്കും വരുന്നത് ആംപ്ലിറ്റ്യൂഡിൽ. ഇനി ആംപ്ലിറ്റ്യൂഡിന്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് A1 ഇവിടെ ആംപ്ലിറ്റ്യൂഡ് A2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A ഈക്വൽ ടു A1 പ്ലസ് A2. ഇനി ഇതിന്റെ കേസിലാവുമ്പോഴത്തേക്ക് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പൊക്കത്തേക്കുള്ള പോർഷൻ എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, താഴേക്കുള്ള പോർഷൻ നമ്മൾ എടുക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറ്. അപ്പൊ നോക്കിക്കേ, ഇവിടത്തെ ആംപ്ലിറ്റ്യൂഡ് A1, ഇവിടത്തെ ആംപ്ലിറ്റ്യൂഡ് A2. ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ ഒരു വേവ് ഇരിക്കുന്ന ഇങ്ങനെയല്ലേ? അപ്പൊ പൊക്കത്തെ പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും, താഴത്തെ പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ട്രഫ് ഓഫ് വൺ വേവ് കമ്പൈൻസ് ദി ട്രഫ് ഓഫ് അനദർ വേവ്. അപ്പൊ നമുക്ക് A ഈക്വൽ ടു -A1 പ്ലസ് -A2, ദാറ്റ് ഇസ് -A1 പ്ലസ് A2 എന്ന് വരും. ഓക്കെ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഇത് ക്രസ്റ്റ് ഓഫ് വൺ വേവ് കമ്പൈൻസ് വിത്ത് ട്രഫ് ഓഫ് അനദർ വേവ്. ഇവിടെ നടക്കുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. അപ്പൊ നോക്കിക്കേ, A ഈക്വൽ ടു എങ്ങനെ വരും? ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇത് എഴുതിയ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതിയ, കൺസ്ട്രക്റ്റീവും ക്രസ്റ്റ് ഓഫ് വൺ വേവ് കമ്പൈൻസ് വിത്ത്, അത് എഴുതിയ, കൺസ്ട്രക്റ്റീവും ഡിസ്ട്രക്റ്റീവും. ആ പോയിന്റ് കൂടെ എഴുതിക്കോ, നമുക്ക് നിർത്താം. എടുത്തു വെച്ചാ വേഗം എഴുതിക്കോ. എപ്പോഴും നേരത്തെ വിടുന്നല്ലേ, ഒരു ക്ലാസ് അല്ലേ, എന്നാലും എനിക്ക് അടുത്ത ക്ലാസ്സിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇനി ഓർമ്മ ഉണ്ടാവണം. ഇത് ഓർമ്മയില്ലെങ്കിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഇനി പറയാൻ പറ്റില്ല.